മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്തിയ കോൺഗ്രസ് അവരെ പറ്റിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ, അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നാളൊട്ടുക്കും ഉണ്ടായതാണ്. ആ പ്രതികരണത്തിന്റെ ഒടുവിൽ തടി തപ്പാൻ വേണ്ടി കോൺഗ്രസ് കണ്ടെത്തിയ ഭൂമിയെക്കുറിച്ച് ഞങ്ങളെല്ലാവരും പറഞ്ഞതാണ് ഇതൊരു ആനക്കാടാണെന്നും, പാവപ്പെട്ട ആ ദുരന്തബാധിതരെ നിങ്ങൾ ആർക്കെങ്കിലും വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ ആനക്കാട്ടിൽ കൊണ്ടുപോയി തള്ളരുതെന്ന് പറഞ്ഞപ്പോൾ ഇത് ആനയില്ലാ കാടാണെന്നും ആനയില്ലാത്ത ഏരിയ ആണെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സതീശനും കൽപ്പറ്റയുടെ MLA പ്രചരണം നടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ പ്രദേശത്ത് ആന വരികയും പ്രദേശം ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു പോയിട്ടുള്ളത്. അതിന്റെ വാർത്തകൾ ഇന്ന് പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെ അതിശക്തമായ രീതിയിൽ ആ പ്രദേശവാസികൾ പ്രതികരിക്കുന്നുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കൽപ്പറ്റയുടെ MLA മറുപടി പറയാൻ തയ്യാറാവണം. ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ അടക്കമുള്ള എല്ലാ വ്യക്തികളും നടത്തിയ പ്രതികരണങ്ങളെ നിങ്ങളുടെ MLA ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി തെറി വിളിക്കുകയും ആക്ഷേപിക്കുകയും സൈബർ അറ്റാക്ക് നടത്തുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. ഈ ഭൂമിയെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? ആന വന്ന് നശിപ്പിച്ച ഈ ഭൂമിയെ നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് ഈ ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് കൽപ്പറ്റ MLA തിരിച്ചറിയാൻ തയ്യാറാവണം. നിങ്ങൾ ഈ വിഷയം ഉന്നയിച്ച ആളുകൾക്ക് നേരെ സൈബർ അറ്റാക്കിന് മാപ്പ് പറയാൻ കൂടി കൽപ്പറ്റ MLA തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്.